ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഈ രോഗശാന്തിയും വിടുതൽ പ്രാർത്ഥനയിലും നിങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും രോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതു ഭാഗത്താണ് രോഗപീഠകളുള്ളത്, അവിടെ കർത്താവ് ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലൂടെ കരം വെച്ച് സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനേക ജനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ വന്ന് സൗഖ്യത്തിനു വേണ്ടി യാചിച്ചു. അവൻ മനസ്സ് തോന്നി, ദയ തോന്നി അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തി. വചനം പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അതിനാൽ ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ, നിങ്ങൾ ദുരിതമനുഭവിക്കുന്ന രോഗപീഠകളെ സുഖപ്പെടുത്തുവാൻ, വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. ശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായ സൗഖ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ, എനിക്ക് സൗഖ്യവും വിടുതലും നൽകണമേ. പല വ്യക്തികളും പൈശാചിക പീഡനങ്ങളാൽ രോഗികളായി മാറിയിട്ടുണ്ട്. ചിലർ അമിതമായ വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് രോഗികളായി മാറിയിട്ടുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത അത്രയും കഠിനമായ വെറുപ്പും അസൂയയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഫലമായി ശരീരത്തിൽ പല പല രോഗങ്ങൾ കാണുന്നവരുണ്ട്. പൂർവികരിൽ കൂടി നമ്മിലേക്കെത്തിയ ചില രോഗങ്ങളുണ്ട്. നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണങ്ങൾ ഏതു തന്നെയാണെങ്കിലും ഇപ്പോൾ ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുക. ചിലർ മരുന്ന് മാറിക്കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തെറ്റായ മരുന്ന് നൽകിയതിൻ്റെ പേരിൽ രോഗികളായി മാറിയിട്ടുണ്ട്. ചിലർ മരുന്ന് കഴിക്കാത്തതിൻ്റെ പേരിൽ രോഗികളായി മാറിയിട്ടുണ്ട്. മറ്റു ചിലർ വീഴ്ചയിലോ അപകടങ്ങളിലോ പെട്ട് രോഗബാധിതരായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏത് തന്നെയാണെങ്കിലും നിങ്ങളുടെ രോഗം സൗഖ്യപ്പെടുത്തുന്നവൻ, നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നവൻ, സൗഖ്യദായകനായ ഈശോ നിങ്ങളോട് കൂടെ ഇപ്പോൾ ഉണ്ട്. അവൻ്റെ ആ സൗഖ്യത്തിൻ്റെ കരം നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുക. ആ സൗഖ്യദായകമായ ശക്തമായ കരം ഈശോയെ എൻ്റെ ശരീരഭാഗത്തിലേക്ക് ഇപ്പോൾ ഞാൻ വേദനിക്കുന്ന അഥവാ രോഗിയായിരിക്കുന്ന എൻ്റെ ശരീരത്തിലേക്ക് അവിടുന്ന് തൊട്ട് സ്പർശിച്ച് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഒപ്പം ഈ സമയം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും, ആരോടും അസൂയപ്പെടാതെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നതിനു വേണ്ടിയും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ മധ്യേയുണ്ട്. അവിടുന്ന് നാം എവിടെയായിരിക്കുന്നോ അവിടെ നിങ്ങൾക്ക് സൗഖ്യം നൽകും, വിടുതൽ നൽകും. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷരാകും. എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ വചനം എവിടെ? അതിപ്പോൾ നിവൃത്തിയാകട്ടെ എന്നവർ പറയുന്നു. തിന്മ വരുത്താൻ
ഞാൻ അങ്ങയോട് നിർബന്ധിച്ച് അപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ല എന്നും അവിടുത്തേക്കറിയാമല്ലോ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങയ്ക്ക് അജ്ഞാതമല്ല. അങ്ങ് എനിക്ക് ഭയകാരണമാകരുതേ. തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം. എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ, ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. അവർ സംഭ്രമിക്കട്ടെ, ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ രോഗങ്ങളെയും എല്ലാ പൈശാചിക ദുരിതങ്ങളെയും ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, കർത്താവായ ഈശോയെ, രോഗികളായ അനേകർ അങ്ങയുടെ സന്നിധിയിൽ കേണപേക്ഷിച്ചപ്പോൾ അവിടുന്ന് മനസ്സലിഞ്ഞ് അവരെ തൊട്ട് സ്പർശിച്ചു. അപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു. അന്ധർ, മൂകർ, ചെകിടർ, തളർവാദ രോഗികൾ, അങ്ങനെ അനേകം പേരെ അവിടുന്ന് സുഖപ്പെടുത്തി. കർത്താവേ, പൈശാചിക ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു യുവാവിനെ, ശവകുടീരങ്ങൾക്കുള്ളിൽ വസിച്ചിരുന്ന ഒരു യുവാവിനെ അവിടുന്ന് സുഖപ്പെടുത്തി. 2000-ഓളം അശുദ്ധാത്മാക്കളെ ആ മകനിൽ നിന്ന് അവിടുന്ന് പുറത്താക്കി, അവനെ സ്വതന്ത്രരാക്കി. ഇന്ന് പൈശാചിക ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പൈശാചിക പീഡനങ്ങൾ അനുഭവിച്ച് രോഗികളായി, ബന്ധിതരായി, മാനസിക വിഭ്രാന്തിയിലും പൈശാചിക ദുരിതങ്ങളിലും പീഠകളിലും കഴിയുന്നവർക്ക്, രോഗപീഠകളിൽ കഴിയുന്നവർക്ക് വലിയ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഈശോനാഥ, സൗഖ്യദായകമായ അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ സ്പർശിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യം ആരെയും പുറന്തള്ളിയിട്ടില്ല. അങ്ങയുടെ സന്നിധിയിൽ വരുന്നവരെ ആരെയും അവിടുന്ന് പുറന്തള്ളിയിട്ടില്ല. എന്നാൽ അങ്ങയിലേക്ക് വരുന്നവരെ അവിടുന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അങ്ങയിലാണ് സൗഖ്യവും വിടുതലുമുള്ളത്. അങ്ങയിലാണ് കരുണയും അനുകമ്പയുമുള്ളത്. അങ്ങയിലാണ് ഞങ്ങളുടെ രക്ഷയുള്ളത്. അതിനാൽ അങ്ങയിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞങ്ങൾ സൗഖ്യമുള്ളവരാകും. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവേ, സൗഖ്യത്തിൻ്റെ ഉറവിടമായ ദൈവമേ, വിടുതലിൻ്റെയും രക്ഷയുടെയും ഉറവിടമായ കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് കളയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ അഭയകേന്ദ്രവുമായ കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവർ പൂഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷരാകും. എന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ ഈശോയെ, ഇന്ന് അങ്ങയുടെ ജീവജലം ഞങ്ങൾക്ക് കുടിക്കാൻ തരണമേ. ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രോഗബാധിതമായ ശരീരഭാഗങ്ങളെ അങ്ങയുടെ ജീവജലമൊഴുക്കി കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ. ദൈവമേ, പൂർവികരിൽ കൂടി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചില രോഗപീഠകളെ ഈ സമയം അവിടുന്ന് എടുത്തു മാറ്റണമേ. എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ രക്ഷ. അങ്ങയിൽ ഞങ്ങളൊരു പുതിയ സൃഷ്ടികളാണ്. മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസവും ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവും എന്ന് അരുളി ചെയ്ത ഈശോയെ, മാംസത്തിൽ നിന്ന് ജനിച്ചതിൻ്റെ എല്ലാ കുറവുകളെയും ഈ നിമിഷം അങ്ങ് എടുത്തു മാറ്റി പൂർവികരിലൂടെ ഞങ്ങളിലേക്ക് വന്ന ശാപദോഷ ബന്ധനങ്ങൾ, രോഗപീഠകൾ, പൈശാചിക ദുരിതങ്ങൾ, ഇവയെല്ലാം ഈശോയിൽ
ഞങ്ങൾ വിശ്വസിക്കുന്നത് മൂലം അതെല്ലാം മാറ്റപ്പെടും. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാകും എന്നരുളി ചെയ്ത ദൈവമേ, ഇന്ന് അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയിൽ ഞങ്ങളുടെ അവകാശം ഞങ്ങൾ സ്ഥാപിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ എല്ലാ രക്ഷയും. അങ്ങയിൽ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ഉറപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണത്തിലൂടെ നേടിയെടുത്ത എല്ലാ യോഗ്യതകളെയും ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് സകല പൂർവിക പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അനേകരെ സുഖപ്പെടുത്തിയ ഈശോയെ, അന്ധർക്ക് കാഴ്ച ശക്തി കൊടുത്ത ഈശോയെ, ചെകിടർക്ക് കേൾവി ശക്തി കൊടുത്ത ഈശോയെ, മൂകർക്ക് സംസാര ശേഷി നൽകിയ ഈശോയെ, തളർവാർന്ന രോഗിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കൈകാലുകൾക്ക് ശക്തി നൽകി, ശരീരത്തിന് ശക്തി നൽകി എഴുന്നേൽപ്പിച്ച് നടത്തിയ കർത്താവെ, ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യം ദർശിക്കുവാൻ, അങ്ങയിൽ വിശ്വാസമർപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളിലുള്ള അന്ധത മാറ്റി ഞങ്ങളെ കാഴ്ചശക്തിയുള്ളവരാക്കി മാറ്റണമേ. താവായ ദൈവമേ, ആത്മീയവും ഭൗതികവുമായ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. ഏതൊക്കെ കാരണത്താൽ ഇപ്പോൾ ഞങ്ങൾ രോഗികളായിരിക്കുന്നോ ആ കാരണം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ഇപ്പോൾ ആ കാരണത്തെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അനാദി മുതലേ വെച്ചിരിക്കുന്ന വെറുപ്പും അസൂയയും വിദ്വേഷവും കാരണം കർത്താവെ, ഞങ്ങളിൽ പലരും രോഗികളായി മാറിയിരിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നരുളി ചെയ്ത ഈശോനാഥ, സ്നേഹത്തിൻ്റെ ഹൃദയം നൽകി, ഒരു മാംസളമായ ഹൃദയം നൽകി ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തെ നീ സുഖപ്പെടുത്തണമേ. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. കർത്താവെ, ഈ നിമിഷം അനുതാപത്തിൻ്റെ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സമയം പൂർത്തിയായിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ രോഗകാരണം എന്തൊക്കെയാണെങ്കിലും ഈ നിമിഷം ദൈവികമായ അനുതാപം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ. അനുതപിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് ഞങ്ങൾ ആരോടൊക്കെ വെറുപ്പും അസൂയയും സൂക്ഷിച്ചിരിക്കുന്നുവോ, ആരോടൊക്കെ ശത്രുത പുലർത്തുന്നുവോ, കർത്താവെ, അവരോടെല്ലാം ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗാണുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരട്ടെ, ദൈവത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. ഇപ്പോൾ രോഗികളായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി, സൗഖ്യദായകമായ വചനം കടന്നു വന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. കർത്താവായ യേശുവിൻ്റെ സൗഖ്യം നിങ്ങൾ സ്വീകരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ മേൽ കരം വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരഭാഗത്ത് രോഗമുള്ള ആ ശരീരഭാഗത്ത് ഇപ്പോൾ അവൻ്റെ കരം വെച്ച് നിങ്ങളെ സുഖപ്പെടുത്തുന്നു. നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുക. നിങ്ങൾ വിടുതൽ സ്വീകരിക്കുക. സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് ഇപ്പോൾ നിങ്ങളെ വിടുവിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പൂർണ്ണമായും സൗഖ്യപ്പെടട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. ഈശോ നിങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ആ മുറിയിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കിടക്കയിൽ ഇപ്പോൾ അവൻ ഇരിക്കുന്നു, ഈശോ ഇരിക്കുന്നു. അവിടുന്ന് നിന്നോട് ചോദിക്കുന്നു, സുഖപ്പെടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിനക്ക് സൗഖ്യപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ എന്ന് നാം ഓരോരുത്തരും പറയുക. എൻ്റെ കർത്താവേ, ഞാൻ നിന്നിൽ നിന്നും സൗഖ്യം ആഗ്രഹിക്കുന്നു. നിനക്ക് മാത്രമേ എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ.
ആവശ്യമുള്ളൂ. എൻ്റെ ഈശോയെ, എൻ്റെ സൗഖ്യദായകനെ, എൻ്റെ വൈദ്യനായ ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നോട് കരുണ തോന്നണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈശോ നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്നോട് കരുണ കാണിക്കുന്ന നിമിഷമാണ് ഈ സമയം. കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, എൻ്റെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതുവരെ വെറുപ്പ് സൂക്ഷിച്ച, കോപം കൊണ്ട് ജ്വലിച്ചിരുന്ന ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയാൽ നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആരോടൊക്കെ വെറുപ്പും വിദ്വേഷവുമുണ്ടോ, ആരോടൊക്കെ അസൂയയും കുശുമ്പുമുണ്ടോ, ഇപ്പോൾ അവരെയെല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ സൗഖ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ രക്ഷയ്ക്കും വിടുതലിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ പരിപൂർണ സൗഖ്യവും വിടുതലും രക്ഷയും ഇപ്പോൾ തന്നെ സ്വീകരിക്കുവാൻ സാധിക്കും. വിശ്വസിക്കുക, കർത്താവ് കാരുണ്യവാനാണ്. നാം ഓരോരുത്തരും കാരുണ്യത്തിൻ്റെ മക്കളാണ്. അതിനാൽ നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വ്യക്തികളായി, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. ആരോടാണ് നാം കരുണ കാണിക്കേണ്ടത്? നമുക്കെതിരെ പാപം ചെയ്യുന്നവർക്ക് ആണ് നമ്മുടെ കരുണ ആവശ്യമുള്ളത്. നമുക്കെതിരെ തിന്മ ചെയ്യുന്നവർക്കാണ് നമ്മുടെ കരുണ ആവശ്യമുള്ളത്. നമ്മെ സഹായിക്കുന്നവർക്ക് നമ്മുടെ കരുണ ആവശ്യമില്ല. നമ്മെ സ്നേഹിക്കുന്നവർക്ക്, നമ്മെ ബഹുമാനിക്കുന്നവർക്ക് നമ്മുടെ കരുണ ആവശ്യമില്ല. എന്തെന്നാൽ ആത്മീയമായ തലത്തിൽ നമ്മോട് വെറുപ്പ് സൂക്ഷിക്കുന്നവർക്ക്, നമ്മോട് തിന്മ ചെയ്യുന്നവർക്കാണ് നാം കരുണ നൽകേണ്ടത്. കർത്താവായ ദൈവമേ, ഈ സമയം ഞങ്ങൾ ആരോടൊക്കെ കരുണ കാണിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു അവരെയെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അവർക്കെല്ലാം വേണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ദൈവസ്നേഹം കൊണ്ടും അനുതാപം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരുടെ സൗഖ്യം, രക്ഷ പ്രതീക്ഷിച്ച്, വിടുതൽ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ സമയം ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ ജീവജലം ഒഴുക്കി ഞങ്ങളെല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ. ആത്മീയമായും ഭൗതികമായും മാനസികമായും ശാരീരികമായും സൗഖ്യം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് സൗഖ്യമായി വരണമേ, സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ പരിപൂർണ സൗഖ്യം നൽകി, വിടുതൽ നൽകി, രക്ഷ നൽകുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ കൊടാനുകൂടി സ്തുതിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പരിപൂർണമായി ഞങ്ങളോട് ക്ഷമിച്ച കർത്താവേ, ഞങ്ങൾ ഈ സമയം ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത ഓരോരുത്തരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നു. അവർക്ക് ഞങ്ങൾ ദൈവത്തിൻ്റെ അനുകമ്പ നൽകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, അവരോടും കരുണ തോന്നണമേ. അവരുടെ പാപങ്ങൾ അവർക്ക് തെളിയിപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത് ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ വിടുതലും രക്ഷയും പാപമോചനവും അനുതാപവും ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സമയം ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാതെ ഞങ്ങളുടെ ഹൃദയത്തെ നീ കാത്തു സൂക്ഷിക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ നിറകുടമായി ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. ദൈവിക അനുകമ്പയുടെ സ്രോതസ്സായി, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉറവിടമായി ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഈശോയുടെ ഹൃദയത്തിൻ്റെ എല്ലാ യോഗ്യതകളും ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനു വേണ്ടി നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം സുഖപ്പെട്ടാൽ ശരീരവും സുഖപ്പെടും. കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈശോയുടെ സൗഖ്യം സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക, രക്ഷ സ്വീകരിക്കുക.
കർത്താവിൻ്റെ കരം നമ്മെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മെ സൗഖ്യപ്പെടുത്താൻ വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം അവിടുത്തെ കാരുണ്യം നിലച്ചു പോയിട്ടില്ല. ഈ സമയം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ കുടുംബത്തോട് കരുണ തോന്നണമേ, എൻ്റെ പൂർവികരോട് കരുണ തോന്നണമേ, എൻ്റെ മാതാപിതാക്കളോട് കരുണ തോന്നണമേ, എൻ്റെ ജീവിത പങ്കാളിയോട് കരുണ തോന്നണമേ, എൻ്റെ മക്കളോട് കരുണ തോന്നണമേ, എൻ്റെ സഹോദരങ്ങളോട് കരുണ തോന്നണമേ, എൻ്റെ ഇൻലോസിനോട് കരുണ തോന്നണമേ, എൻ്റെ അധികാരികളോട് കരുണ തോന്നണമേ, എൻ്റെ സുഹൃത്തുക്കളോട് കരുണ തോന്നണമേ, എൻ്റെ അയൽവാസികളോട് കരുണ തോന്നണമേ, എൻ്റെ ബന്ധുമിത്രാദികളോട് കരുണ തോന്നണമേ, എൻ്റെ ഗുരുക്കന്മാരോട് കരുണ തോന്നണമേ. ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ കരുണയ്ക്കു വേണ്ടി ആഗ്രഹിക്കുന്നോ അവരെയെല്ലാം ഇപ്പോൾ ഈശോ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രക്ഷയ്ക്ക് നിങ്ങൾ കാരണമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും മഹത്വവും വിജയവും നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് നീങ്ങിയിരിക്കും. അതിനാൽ കർത്താവ് ഇപ്പോൾ നമ്മെ സൗഖ്യപ്പെടുത്തുന്നു. ആ സൗഖ്യം സ്വീകരിച്ച് നന്ദിയോടെ ഇന്നത്തെ ദിവസവും ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായി നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ കാരുണ്യവാനായ ദൈവം നിങ്ങളെ സകല രോഗപീഠകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ രക്ഷ നിങ്ങളിലേക്ക് അയച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.